ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്ന എസ്പിയുടെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി കാണാം ലാത്തി കൊണ്ട് ഷാഫി പറമ്പിൽ അടിയേക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് ഈ ഷാഫിക്ക് പരിക്കേറ്റിരിക്കുന്നത് ലാത്തിയിൽ നിന്നാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാവുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ പറഞ്ഞ കാര്യം തിരുത്തിയിട്ടില്ല. മാത്രവുമല്ല, ആരാണ് മർദ്ദിച്ചത് എന്നത് കൃത്യമായിട്ട് അറിയാമെന്ന് എംപിയും മറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തകരും എല്ലാം പറയുന്നുണ്ട്. ആ പോലീസിനെതിരെ പോലീസ് അവിടെ CPM-നെ പോലെ പെരുമാറുന്നു എന്ന് നേരത്തെ തന്നെ ആക്ഷേപം ഉണ്ടായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ രീതിയിൽ പോലീസ് അതിക്രമത്തെ എങ്ങനെ കാണേണ്ടതുണ്ട്, അതിനെതിരെ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് പറഞ്ഞത് തിരുത്താനുള്ള സാധ്യതയുണ്ടോ ഈ ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ? നിലവിൽ പോലീസ് പുതിയ പ്രതികരണങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. പുതിയ വിശദീകരണമൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ, കോഴിക്കോട് DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന കാര്യം ഷാഫി പറമ്പിലിനെ നോക്കി ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഷാഫി പറമ്പിലാണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷേ പോലീസിന്റെ ഒരു വിശദീകരണം കണ്ണീർ വാതകം ഉപയോഗിച്ചപ്പോൾ പറ്റിയ പരിക്കാണ് ഷാഫി പറമ്പിലിന്, തങ്ങൾ അത്തരത്തിൽ ലാത്തി അവിടെ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിൽ വളരെ വ്യക്തമാണ് ഷാഫി പറമ്പിലിന് പോലീസിന്റെ ഭാഗത്തു നിന്നും മർദ്ദനമേൽക്കുന്നത്. ലാത്തി ഉപയോഗിച്ച ഷാഫിയുടെ തലയ്ക്ക് ഉൾപ്പെടെ 2 തവണ അടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. തലയിൽ കൈവച്ചുകൊണ്ട് ഷാഫി അവിടെ നിന്നും മാറുന്നുമുണ്ട്. ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ മൂക്കിൽ നിന്നുൾപ്പെടെ രക്തം വന്നുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ആശുപത്രിയിലേക്ക് എത്തിയത്. പിന്നീട് മൂക്കിന് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി അടിയന്തരമായി അദ്ദേഹത്തിന് ഒരു ശസ്ത്രക്രിയ നൽകുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റു കോൺഗ്രസ് പ്രവർത്തകർക്കും അവിടെ പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. പല കോൺഗ്രസ് നേതാക്കളുടെയും കണ്ണിനുൾപ്പെടെ ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസ് അങ്ങനെ ഒരു ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അങ്ങനെ പോലീസിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അവിടെ മറ്റൊരു ചോദ്യം കൂടി കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് എന്തിനായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം അവിടെ നടത്തിയത് എന്നതാണ്. പ്രത്യേകിച്ചും ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ പ്രകടനങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. മുൻപും മറ്റ് സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സമാധാനപരമായ രീതിയിലുള്ള ഒരു പ്രകടനം നടത്താനാണ് കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചത് എന്നുള്ളതായിരുന്നു അവർ പറയുന്നത്. പക്ഷേ അവിടേക്ക് പോലീസ് എത്തുകയും ഈ പ്രകടനം തടയുകയും പിന്നീട് അതൊരു സംഘർഷ സ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു, അവസാനം ഗ്രനേഡ് ഉൾപ്പെടെ ഈ പ്രവർത്തകർക്ക് നേരെ എറിയുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും വലിയ പ്രതിഷേധം, വലിയ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പിന്നെ വന്നതിന് ശേഷം നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞ കാര്യത്തെ ഫലപ്പെടുത്തുന്നതായിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഉണ്ടായത്. ഒപ്പം തന്നെ നമുക്കും ദൃശ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാഫി പറമ്പിൽ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്, പോലീസുമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഷാഫി പറമ്പിനെ കാണാതെയൊന്നുമല്ല പോലീസ് അത്തരത്തിലൊരു മർദ്ദനം നടത്തിയതെന്ന് വ്യക്തമാണ്, വളരെ ക്ലിയർ ആണ്. ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടെന്നുള്ളത് പോലീസുകാർക്കറിയാം. ലാത്തി ഉപയോഗിക്കുന്നത് അത്ര വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് പ്രത്യേകിച്ച് ജനപ്രതിനിധികളും നേതാക്കളും ഒക്കെ നിൽക്കുന്നിടത്ത് ലാത്തി പ്രയോഗിച്ചത് എന്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പോലീസ് അതിൽ വ്യക്തമാക്കുകയും സർക്കാർ അതിൽ മറുപടി പറയുകയും ചെയ്യേണ്ടി വരും. ഷബീർ അവർ കൂടി വീണ്ടും ചേരുന്നുണ്ട്. ഷബീർ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ കോഴിക്കോട് പരിപാടി ഉണ്ടായിരുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിരുന്ന പരിപാടികൾ പോലും ക്യാൻസൽ ചെയ്ത് പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എവിടെയൊക്കെയാണ് പ്രതിഷേധ പരിപാടികൾ? കോഴിക്കോട് ജില്ലയിൽ തന്നെ പലയിടങ്ങളിലായിട്ട് പ്രതിഷേധം നടത്താമെന്ന തീരുമാനത്തിലേക്ക് കൂടി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ.